വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഈ വലിയ നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് അനുഗ്രഹത്തിൻ്റെ ഒരു സന്ദേശവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരിക. ദൈവത്തെ അനുസരിക്കുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമായിട്ട് കാണുന്നത്, ദൈവത്തെ അനുസരിക്കുന്നത് ഒരു ഭാരമായിട്ട് തോന്നുന്നതിൻ്റെ കാരണം അനുസരണത്തിലൂടെ നമ്മിലേക്ക് കൈവരുന്ന അനുഗ്രഹം എന്താണ് എന്ന് നമുക്കറിയാൻ മേലാത്തത് കൊണ്ടാണ്. ആയതിനാൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് ധ്യാനിക്കുകയാണ്, പഠിക്കുകയാണ്. ആമേൻ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഈ വിഷയത്തിന് ആധാരമായി ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങളാണ്. പത്രോസിനെ നോക്കി യേശു പറയുകയാണ്, പത്രോസേ, ആഴത്തിലേക്ക് നീക്കി നീ വലയിറക്കുക. ആഴത്തിലേക്ക് നീ വലയിറക്കുക എന്ന് പത്രോസിനോട് പറയുകയാണ്. അതിന് പത്രോസ് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. ഗുരു, രാത്രി മുഴുവൻ ഞങ്ങൾ ഇവിടെ അധ്വാനിച്ചു, എന്നിട്ട് ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല. രാത്രി മുഴുവൻ അവൻ അധ്വാനിച്ചു. മീൻപിടുത്തക്കാരന് രാത്രിയിലാണ് മീൻപിടുത്തം. അത്താഴം കഴിഞ്ഞ് ഈ രാത്രിയിൽ, ഈ അന്ധകാരത്തിൽ രാത്രി മുഴുവൻ വലയിറക്കി വല വലിച്ചു കയറ്റി. പക്ഷെ ഒന്നും അവർക്ക് കിട്ടിയില്ല. എന്നിട്ട് നേരം വെളുത്ത് കരയിൽ വള്ളം അടുപ്പിച്ച് വല കഴുകിക്കൊണ്ട് ഇരുന്നപ്പോഴാണ് യേശു തമ്പുരാൻ പറഞ്ഞത്, പത്രോസേ, നീ ആഴത്തിലേക്ക് നീ ഒന്ന് വലയിറക്കിക്കേ എന്ന്. അപ്പോൾ ഈ രാത്രിക്കാലം മുഴുവൻ ഒന്നും തന്നെ അവന് കിട്ടിയില്ല എന്ന് പത്രോസിനറിയാം. കാരണം പത്രോസ് രാത്രി എത്രയോ വട്ടമാണ് വലയിറക്കിയത്. 1-2 വട്ടമല്ല, പ്രഭാതം വരെയും ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും വല ഇറക്കുകയും വലിച്ചു കയറ്റുകയും വീണ്ടും വല ഇറക്കുകയും വലിച്ചു കയറ്റുകയും ചെയ്തു. അപ്പം കൃത്യമായിട്ട് പത്രോസിന് അറിയാൻ ഇവിടെ ഒന്നുമില്ല എന്ന്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് പത്രോസ് പറയുക, കർത്താവേ, രാത്രി മുഴുവൻ ഞാനിവിടെ അധ്വാനിച്ചു. വെറുതെ ഇരിക്കുകയായിരുന്നില്ല. മനസ്സിലായോ? കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ല. ചില ഏട്ടന്മാർ ബീഡിയും വലിച്ചിരിക്കുന്ന പോലെ ബീഡിയും വലിച്ച് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ല. പിന്നെയോ അധ്വാനിക്കുകയായിരുന്നു. ഹാർഡ് വർക്ക്. പത്രോസ് ഒരു ഹാർഡ് വർക്കറായിരുന്നു. അപ്പോൾ താൻ അധ്വാനിക്കുകയായിരുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്നിട്ട് ഒന്നും അവന് കിട്ടിയില്ല. എന്താണ് അതിൻ്റെ ഇടയിലൂടെ ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത്? എൻ്റെ ഉള്ളിലേക്ക് വരുന്ന ചില ആശയങ്ങൾ നിങ്ങളോട് പറയുകയാണ്. രാത്രി എന്ന് ബൈബിളിൽ സൂചിപ്പിക്കുന്നത് തിന്മയുടെ പ്രതീകമായിട്ട്. രാത്രി ഇതാ വരാറായി,
പകൽ അസ്തമിച്ചിരിക്കുന്നു, രാത്രി വരാറായി, ഇത് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ എന്നൊക്കെ ബൈബിളിൽ എപ്പോഴും പറയുന്നുണ്ട്. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ, രാത്രിയിലാണ് കള്ളൻ വരുന്നത്. ബൈബിളിൽ എപ്പോഴും രാത്രിയെ സൂചിപ്പിക്കുന്നത്, ഒരു പ്രതീകമായിട്ട് എടുക്കുന്നത് തിന്മയുടെ ദിവസമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു അന്ധകാരത്തിൻ്റെ പ്രതീകമായി, ഭൗതികതയുടെ പ്രതീകമായി, ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രതീകമായിട്ടാണ് രാത്രിയെ എപ്പോഴും ബൈബിളിൽ സിംബോളിക്കലായിട്ട് എടുക്കുന്നത്. പത്രോസിലൂടെ പറയുകയാണ്, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല. അപ്പം എന്തുകൊണ്ടായിരിക്കാം അവൻ ഒന്നും കിട്ടാതിരുന്നതിൻ്റെ കാരണം? രാത്രിയുടെ പ്രവൃത്തി അവൻ ചെയ്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവനൊന്നും കിട്ടാതെ പോയത്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നമ്മൾ ഒത്തിരിയേറെ അധ്വാനിക്കുന്നവരാ പലരും. നമ്മൾ അധ്വാനിച്ചിട്ടൊന്നും ഈ അധ്വാനത്തിൻ്റേതായ വിധത്തിലുള്ള ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ ഉയർച്ച, ഒരു അഭിവൃദ്ധി നമ്മുടെ ബിസിനസ്സിൽ കാണുന്നില്ല, നമ്മുടെ ജോലിയിൽ കാണുന്നില്ല. ഭയങ്കര ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മുടെ ഹാർഡ് വർക്കിനനുസരിച്ചുള്ള ഒരു ഫലം, ഒരു റിസൾട്ട്, ഒരു പ്രതിഫലം, അതിനനുസരിച്ചുള്ള ഒരു വരുമാനം നമുക്കുണ്ടാകുന്നില്ല എങ്കിൽ നമ്മളിന്ന് പരിശോധിച്ച് നോക്കിക്കേ. നമ്മുടെ ഈ ഹാർഡ് വർക്കെല്ലാം ദൈവത്തിൽ നിന്നകന്ന് നിന്നുകൊണ്ടുള്ള പ്രവൃത്തി ആയിരുന്നോ എന്ന്. ദൈവത്തെ കൂടാതെ, ദൈവത്തിൽ നിന്നകന്ന്, ദൈവവചനത്തോട് ചേരാതെ, ദൈവവചനത്തിന് ചേരാത്ത വിധത്തിലുള്ള ഒത്തിരിയധികം പ്രവർത്തികൾ, ജോലികൾ, വർക്കുകൾ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ? അങ്ങനൊരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്? ഇതാണ് രാത്രിയുടെ പ്രവൃത്തി, ഇതാണ് അന്ധകാരത്തിൻ്റെ പ്രവൃത്തി. യേശു വെളിച്ചമാണ്. അപ്പോൾ വെളിച്ചത്തിൻ്റെ പ്രവൃത്തി വേണം നമ്മൾ ചെയ്യാൻ. യേശുവിൻ്റെ പ്രവൃത്തി, യേശുവിനോട് ചേർന്നുള്ള എല്ലാ പ്രവൃത്തികളും, ദൈവവചനത്തിനനുസരിച്ചുള്ള എല്ലാ പ്രവൃത്തികളും അത് വെളിച്ചത്തിൻ്റെ പ്രവൃത്തിയാണ്. ആയതിനാൽ ഞാൻ ദൈവത്തിൽ നിന്നോ, ദൈവവചനത്തിൽ നിന്നോ, ദൈവഹിതത്തിൽ നിന്നോ അകന്നു നിന്നുകൊണ്ട്, എൻ്റെതായ ഭൗതികതയിൽ നിന്നുകൊണ്ട്, ലോകപ്രകാരം പണമുണ്ടാക്കാൻ, കാശുണ്ടാക്കാൻ നമ്മൾ ഒത്തിരിയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കാം. നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് രാത്രിയുടെ പ്രവൃത്തിയാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പ്രിയമുള്ളവരെ, നമ്മൾ അധ്വാനിച്ചിട്ടും നമുക്ക് ഫലമില്ലാത്തതിൻ്റെ കാരണം, നമുക്ക് നമ്മുടെ തൊഴിൽ മേഖലയിൽ ഉയർച്ചയില്ലാത്തതിൻ്റെ കാരണം, ഒരു പ്രൊമോഷൻ നമുക്കില്ലാത്തതിൻ്റെ കാരണം, എത്ര ശമ്പളം കിട്ടിയാലും അത് തികയുന്നില്ല. നമുക്ക് കടം വീട്ടാൻ മാത്രമേ അത് തികയുന്നുള്ളൂ. നമ്മൾ കിട്ടുന്നതിനധികമായി നമുക്ക് ചിലവാകുന്നതിൻ്റെ കാരണം ഒരുപക്ഷെ രാത്രിയുടെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, ഇതാ ചൂരക്കൊട്ടയിൽ വെള്ളം കോരിയാൽ എങ്ങനെ ഇരിക്കും, കൊട്ടയ്ക്കകത്ത് വെള്ളം കോരിയാൽ അത് കിട്ടുമോ വെള്ളം? ഇല്ല. ഇതുപോലെയാ അനേകര് കൊട്ടയ്ക്കകത്ത് വെള്ളം കോരുന്നത് പോലെയാണ്. ദൈവത്തെ കൂടാതെ, വിശുദ്ധിയിൽ നിൽക്കാതെ, തിരുവചനത്തിന് കീഴ്പ്പെടാതെ അവരധ്വാനിക്കുമ്പോൾ അധ്വാന ഫലം അവർക്കൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു, കർത്താവേ, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. എങ്കിലും, ഇനി പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കണം, എങ്കിലും നീ പറഞ്ഞതിനനുസരിച്ച് ഞാൻ ഒരിക്കൽ കൂടി വലയിറക്കാം. നീ പറഞ്ഞതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ വലയിറക്കാം. എങ്കിലും, ഈ എങ്കിലും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്കിലും എന്താണ് എങ്കിലും എന്ന് പത്രോസ് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് അവൻ കാണുന്നത്? എങ്കിലും
എന്താണ്? കഴിഞ്ഞ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചതാ, അവിടെ ഒന്നുമില്ല എന്ന് എനിക്കറിയാം. ബുദ്ധി, 1 ശാരീരികം, 2 മാനസികം, 3 ബുദ്ധിപരം. ഈ 3 തലങ്ങളിലും അവൻ പരാജയപ്പെട്ട് നിൽക്കുക. അവൻ അറിയാം ഒന്നുമില്ലെന്ന്. അതുകൊണ്ടാണ് പറയുന്നത് എങ്കിലും. കാരണം ഒരേ സ്ഥലത്ത് തന്നെ എത്രയോ വട്ടം വലയിറക്കി വീണ്ടും കയറ്റി, വീണ്ടും ഇറക്കി വല കയറ്റിയതാണ്. അപ്പം കൃത്യമായിട്ട് അവൻ അറിയാം അവിടെ ഒന്നും, ഒരു മീൻ പോലുമില്ലെന്ന് അവൻ്റെ അനുഭവത്തിൽ നിന്ന് അവൻ അറിയാം. അങ്ങനെ അറിയാം എന്നുള്ളപ്പോൾ തന്നെ അവൻ പറയാണ്, എങ്കിലും നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വലയിറക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശാരീരികമായി അവൻ തളർന്നിരിക്കുകയാണ്. ശാരീരികമായി. കാരണം രാത്രി മുഴുവൻ വലയിറക്കണം, വലിച്ചു കയറ്റണം, വലയിറക്കണം, വലിച്ചു കയറ്റണം. സാധാരണ പണിയല്ല ഇത്. തുഴയണം അല്ലേ? തുഴയണം, വലയിറക്കണം, വലിച്ചു കയറ്റണം. നല്ല തണുപ്പുണ്ട്, മഞ്ഞുണ്ട്, മാത്രമല്ല ഇരുട്ടാണ്, രാത്രിയുടെ പ്രവൃത്തിയാണ്. ഇത് ശാരീരികമായി അവനെ തളർത്തിക്കളയുന്നതാണ്. അപ്പോൾ ശാരീരികമായി ക്ഷീണിച്ച് തളർന്ന് ഈ വലയെങ്ങാനും കഴുകി ഇവിടെ ഇട്ടിട്ട് വീട്ടിൽ പോയി ഒന്ന് നടുവ് നിർത്തുന്ന കിടന്നാൽ മതി എന്ന് ചിന്തിച്ച് അവൻ ഇരിക്കുന്ന സമയമാണ്. അപ്പം ശാരീരികമായി അവൻ തളർന്ന് ടയേർഡായിട്ടിരിക്കുമ്പോഴും യേശു പറഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ്, എങ്കിലും ഞാൻ തളർന്നിരിക്കുകയാണ്, നടുവേദനയുണ്ട്, ശാരീരികമായി ക്ഷീണിച്ചുണ്ട്, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, എങ്കിലും ഞാൻ നിന്നെ അനുസരിക്കാം, വലയിറക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 3 മാനസികമായി തളർന്നിരിക്കുക. എടാ, സ്വന്തം ഇന്ന് വിൽക്കാനുള്ളത് വേണ്ട, സ്വന്തം വീട്ടിൽ പമ്പർനോത്തിക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് സ്വയം ഒരു കറി വെച്ച് തിന്നാനുള്ള ഒരു നേരത്തെ ഒരു മീൻ പോലും കിട്ടിയില്ലല്ലോ. ഞാൻ കയ്യും വീശി വീട്ടോട്ട് ചെല്ലുമ്പോൾ ഭാര്യയും അമ്മായിമ്മയൊക്കെ എന്തു പറയും? മീനെ പോലും പിടിക്കാൻ അറിയാൻ മേലാത്ത മനുഷ്യ എന്ന് പറഞ്ഞാലോ? നാണക്കേട്, മോശം. അപ്പോൾ മാനസികമായി പത്രോസ് തളർന്നിരിക്കുകയാണ്. അപ്പോഴും ആ അവസ്ഥയിലും പത്രോസ് പറയുക, എങ്കിലും. കണ്ടോ, ശാരീരികമായി, മാനസികമായി, ബുദ്ധിപരമായി ഈ 3 തലങ്ങളും അവൻ്റെ മുമ്പിൽ നിൽക്കത്തന്നെ പത്രോസ് പറയുകയാണ്, എങ്കിലും കർത്താവേ, നീ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി വലയിറക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്രയോ മനോഹരമായ ഒരു പ്രവൃത്തിയാണ്, മനോഭാവമാണ് പത്രോസ് ഇവിടെ കാണിക്കുന്നത്. പത്രോസിൽ നിന്ന് നമുക്ക് ഒത്തിരിയധികം പഠിക്കാനുണ്ട് പ്രിയമുള്ളവരെ. ഏത് കാര്യത്തിലായിക്കോട്ടെ, തളർന്ന് ക്ഷീണിച്ച് മടുത്ത് ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായും നിങ്ങൾ തളർന്ന് ഇരിക്കുമ്പോഴും യേശു നിങ്ങളോട് പറയുകയാണ്, ഒരിക്കൽ കൂടി, വൺസ് അഗൈൻ തോമസേ, ഒരിക്കൽ കൂടി നീ വലയിറക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലയിറക്കാൻ തയ്യാറാണോ? ഒരിക്കൽ കൂടി പരിശ്രമിക്ക്, ഒരിക്കൽ കൂടി വലയിറക്ക്, ഒരിക്കൽ കൂടി ആ ശുശ്രൂഷ ചെയ്യ് എന്ന് കർത്താവ് നിന്റെ അന്തരാത്മാവിനോട് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഈ സ്വരം നിങ്ങൾ കേൾക്കുമോ? ഒരുപക്ഷേ നാളുകളായിട്ട് നിങ്ങൾ ദൈവവേല ചെയ്ത് ദൈവിക ശുശ്രൂഷ ചെയ്ത് തളർന്നിരിക്കുകയായിരിക്കാം. പക്ഷേ ആ തളർച്ചയുടെ നടുവിലും ഒരിക്കൽ കൂടി ദൈവസ്വരം കേട്ടാൽ, ദൈവം നിങ്ങളോട് പറഞ്ഞാൽ, ആ തളർച്ചയെ അവഗണിച്ചുകൊണ്ട്, ക്ഷീണത്തെ മാറ്റിവെച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി വലയിറക്കാൻ, ഒരിക്കൽ കൂടി ദൈവവേല ചെയ്യാൻ, ഒരിക്കൽ കൂടി ഓടാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ അവിടെയായിരിക്കും ഫലം കാണുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പല ധ്യാനങ്ങൾ കൂടി നടന്ന് നിരാശപ്പെട്ട് തകർന്നിരിക്കുന്ന പ്രിയമുള്ള ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, നിങ്ങളെ മനസ്സ് മടുത്ത് നിരാശപ്പെട്ട് ഇനി എന്തിന് പ്രാർത്ഥിക്കണം, ഇനി എന്തിന് ബൈബിൾ വായിക്കണം, ഇനി എന്തിന് വിശുദ്ധ ജീവിതം നയിക്കണം, ഇനി എന്തിന് ദൈവത്തെ അനുസരിക്കണം, ഇനി എന്തിന് ധ്യാനകേന്ദ്രത്തിൽ പോകണം എന്ന് ചോദ്യം നിങ്ങളെ ചോദിച്ചുകൊണ്ട് നിങ്ങൾ മടുത്തിരിക്കുകയാണോ? നിങ്ങളോട് കർത്താവ് പറയുകയാണ്, മോളെ, ഒരിക്കൽ കൂടി നീ അത് ശ്രമിക്കേ, ഒരിക്കൽ കൂടി ബൈബിൾ വായിക്കേ,
ഒരിക്കൽ കൂടി വിശുദ്ധിക്ക് വേണ്ടി ശ്രമിക്കുക. ഒരിക്കൽ കൂടി കർത്താവിന് വേണ്ടി ഓട്. ഒരിക്കൽ കൂടി ദൈവവേല ചെയ്യുക. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞാൽ ആ സ്വരത്തെ നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, ഒരുപക്ഷെ ഇത്രയും നാളും നിങ്ങൾ വലയിറക്കിയിട്ട് കിട്ടാത്തത്, കഴിഞ്ഞ രാത്രി മുഴുവൻ നിങ്ങൾ വലയിറക്കിയിട്ടും കിട്ടാത്തതായിരിക്കാം, യേശു നിങ്ങളോട് പറയുമ്പോൾ ആ യേശുവിൻ്റെ സ്വരത്തെ അനുസരിച്ച് നിങ്ങൾ ഒറ്റ പ്രാവശ്യം വലയിറക്കുമ്പോൾ ഇതുവരെയും കിട്ടാത്തത് ആ വലയിൽ നിങ്ങൾക്കുണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ പ്രിയമുള്ളവരെ, പത്രോസ് എന്ത് ചെയ്തു? വലയിറക്കാൻ തയ്യാറായി. പത്രോസ് വലയിറക്കാൻ തയ്യാറായി. വലയിറക്കി വലിച്ചു കയറ്റിപ്പോൾ വല കീറി തുടങ്ങിയെന്ന് പറഞ്ഞ കീറുമാറ്. ആമേൻ. അനുഗ്രഹിക്കുന്ന. അപ്പോൾ അവന് തന്നെ വലിച്ചു കയറ്റാൻ പറ്റാതെ വന്നപ്പോൾ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരെ കൂടെ വിളിച്ചു. 2 വള്ളങ്ങളെന്നല്ലേ പറഞ്ഞേ? ഒരു വള്ളം പത്രോസിൻ്റെത്, മറ്റേ വള്ളം അതാരാ? യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും വള്ളം. അവർ ദൂരെ അപ്പുറത്ത് മാറിക്കിടക്കുകയാണ്. അവരെ കൂടെ വിളിച്ചു. അവരും പെട്ടെന്ന് വള്ളമായിട്ട് വന്ന് 2 വള്ളങ്ങളും അപ്പുറേ ഇപ്പുറേ ഇട്ട് 2 വള്ളത്തിലോട്ടും ഈ വലയങ്ങോട്ട് വലിച്ചു കയറ്റുക. ഭയങ്കരമായി ശ്രമിച്ച് വലിച്ചു കയറ്റി കഴിഞ്ഞപ്പോൾ 2 വള്ളം മുങ്ങാറാകുവോളം, ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, 2 വള്ളം മുങ്ങാറാകുവോളം മത്സ്യം അവർക്ക് നിറച്ച് കിട്ടി. 2 വള്ളം നിറച്ച് അനുഗ്രഹിച്ചു കൊടുത്ത കർത്താവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, യേശുവിനെ അനുസരിക്കാൻ തയ്യാറായപ്പോൾ പത്രോസിൻ്റെ വള്ളവും കൂട്ടുകാരൻ്റെ വള്ളവും 2 വള്ളങ്ങളെ അനുഗ്രഹിച്ച, നിറച്ചു കൊടുത്ത നമ്മുടെ കർത്താവ്, ആ യേശു ഇന്നും ഉണ്ടെന്നേ. ഇന്നും ഉണ്ട്, നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്, അവൻ നിങ്ങളുടെ അകത്തുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഈ അനുഗ്രഹം എവിടെയായിരുന്നു? അനുസരണത്തിനകത്ത് അനുഗ്രഹം. ഞാൻ എപ്പോഴും വീണ്ടും ആവർത്തിച്ച് എല്ലാ വേദികളിലും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ, ദൈവത്തെ അനുസരിക്കുന്ന ഓരോ അനുസരണത്തിനകത്തും നിങ്ങൾക്കുള്ള അനുഗ്രഹം ഇരിപ്പുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനുള്ള അനുഗ്രഹം ഇരിപ്പുണ്ട്. നിങ്ങളുടെ തലമുറയ്ക്കുള്ള അനുഗ്രഹം ഇരിപ്പുണ്ട്. പത്രോസ് പറഞ്ഞു, അങ്ങ് പറഞ്ഞതുകൊണ്ട്, യേശുവേ, ഗുരുവേ, നീ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഇറക്കാം എന്ന് പറഞ്ഞ് യേശുവിനെ അനുസരിക്കാൻ തയ്യാറായപ്പോൾ ആ അനുസരണത്തിനകത്ത് അനുഗ്രഹം ഇരിപ്പുണ്ടായിരുന്നു. പത്രോസ് അനുസരിച്ച ആ അനുസരണത്തിനകത്ത് പത്രോസിനുള്ള അനുഗ്രഹം ഇരിപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നുവെങ്കിൽ, ഏത് കാര്യമായിക്കോട്ടെ പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തെ, യേശുവിനെ നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ അനുസരിക്കുന്ന അനുസരണത്തിനകത്ത് നിങ്ങൾക്കുള്ള അനുഗ്രഹം ഇരിപ്പുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. അരുത് എന്ന് പറഞ്ഞാൽ അരുത്, അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത്. ഇങ്ങനെ പോകണമെന്ന് കർത്താവ് പറഞ്ഞാൽ അതുപോലെ പോകണം. നാട്ടുകാരെ നോക്കരുത്, നാട്ടുകാരെയും വീട്ടുകാരെയും സമൂഹത്തെ നോക്കരുത്. അവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കരുത്. ദൈവം നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ, ദൈവം നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ മറ്റുള്ളവരെ നോക്കരുത്, ഇവരെ നോക്കരുത്, ദൈവത്തെ അനുസരിച്ചോണം. ഓരോ കാര്യങ്ങളിലും ദൈവം നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ മറ്റുള്ളവരെ നോക്കരുത്, നിങ്ങൾ ദൈവത്തെ അനുസരിച്ചോണം. ആ അനുസരിക്കുന്ന അനുസരണത്തിനകത്താണ് നിങ്ങൾക്കുള്ള അനുഗ്രഹം ഇരിക്കുന്നത്. പത്രോസ് ഒറ്റ പ്രാവശ്യം അനുസരിച്ചു, 2 വള്ളം മുങ്ങാറാകുവോളം മത്സ്യം കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവൻ എന്തു ചെയ്തു? ആ വള്ളം 2 വള്ളം മുങ്ങാറാകുവോളം മത്സ്യം കിട്ടി. അവൻ എന്ത് ചെയ്തു? പത്രോസിനോട് യേശു പറഞ്ഞു, പത്രോസേ, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. മീൻ പിടിച്ച് നടന്നവനെ ദൈവം മനുഷ്യനെ പിടിക്കുന്നവനാക്കി മാറ്റുകയായിരുന്നു. എന്തുകൊണ്ടാണ് പത്രോസിൽ ദൈവം കണ്ട യോഗ്യത, പത്രോസിൽ യേശു കണ്ട യോഗ്യത, ദൈവവേല ചെയ്യുവാൻ, മനുഷ്യനെ പിടിക്കുന്നവനാകുവാൻ പത്രോസിൽ യേശു കണ്ട യോഗ്യത എന്താ? യോഗ്യത അവൻ അനുസരിക്കുന്നവനാണ് എന്നുള്ളതാണ്.
അവൻ മീൻ പിടിക്കുന്നവനാണോ, അവൻ്റെ ഡിഗ്രി എന്താണോ, 10ാം ക്ലാസ് പാസ്സായതാണോ, അവന് പാരമ്പര്യമുണ്ടോ, ഇതൊന്നും പത്രോസിനെ യേശു കണ്ടില്ല, നോക്കിയില്ല. ദൈവം ഒരാളെ ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവം ഒരാളെ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ, ദൈവം ഒരാളെ അനുഗ്രഹിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ അവൻ്റെ ഹിസ്റ്ററി ദൈവം നോക്കാറില്ല. ഇന്നലെ അവൻ എന്താണ് എന്ന് നോക്കാറില്ല, ഇപ്പോഴവൻ എന്താണെന്നും ദൈവം നോക്കാറില്ല. നാളെ അവൻ ആരാകാൻ പോകുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. പത്രോസിനെ ദൈവം വിളിച്ചപ്പോൾ പത്രോസ് നാളെ ആരാകാൻ പോകുന്നു എന്നുള്ളതാണ് ദൈവം കണ്ടത്. ഇപ്പോഴവൻ എന്തായിരിക്കുന്നു എന്നുള്ളതല്ല, നാളെ അവൻ ആരാകാൻ പോകുന്നു എന്നുള്ളത് ദൈവം കണ്ടിട്ടാണ്. ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുമ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല ദൈവം ഒരാളെ തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. പിന്നെയോ നാളെ അവൻ ആരാകാൻ പോകുന്നു, അവനിലൂടെ ദൈവം എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് കണ്ടിട്ടാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ആഹ്വാനം കിട്ടിയ പത്രോസ് എന്ത് ചെയ്തു? അവൻ എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. എല്ലാം എന്ന് പറയുമ്പോൾ എന്താ? 2 വള്ളം മുഴുവൻ മത്സ്യം. ഞാനൊരു മീൻപിടുത്തക്കാരനോട് ചോദിച്ചു, ഒരു വള്ളം നിറച്ചു മത്സ്യം കിട്ടിയാൽ എത്ര രൂപ വില വരും? പാവം പറഞ്ഞു 2 ലക്ഷം രൂപ. അപ്പോൾ 2 വള്ളം ആയപ്പോഴോ 4 ലക്ഷം രൂപ. 15 വർഷം മുമ്പത്തെ കാര്യമാണ്. ഇന്നാണെങ്കിൽ എത്രയും ഒരു വള്ളം നിറച്ച് മത്സ്യം ഉണ്ടെങ്കിൽ 10 ലക്ഷം രൂപയായിരിക്കാം. 2 വള്ളം ആയപ്പോൾ 20 ലക്ഷം രൂപ. 2 വള്ളത്തിൻ്റെ വില 20 ലക്ഷം രൂപ കൂട്ട് 40 ലക്ഷം രൂപ വില വരുന്ന ആ വള്ളവും വഞ്ചിയും വലയും എല്ലാം ഉപേക്ഷിച്ച് പത്രോസ് യേശുവിനെ അനുഗമിച്ചു. യേശുവിനെ അനുസരിച്ചപ്പോൾ കിട്ടിയ മീൻ പോലും അത് വിറ്റിട്ട് അത് വീട്ടിൽ കൊണ്ടുപോയി ആ പൈസ മുഴുവൻ കൊടുത്ത്, അല്ലെങ്കിൽ ബാക്കി പൈസ ബാങ്കിലിട്ട് അതിൻ്റെ ലോൺ കൊണ്ട് ഭാര്യയും പെമ്പറനോത്തിയൊക്കെ ജീവിച്ചോളും എന്ന് വിചാരിക്കാതെ ദൈവത്തെ അനുസരിച്ച് ലഭിച്ചതുപോലും ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച, പൂർണ്ണമായും സമർപ്പിച്ച് വിട്ടുകൊടുത്തിട്ട് യേശുവിനെ അനുഗമിച്ച പത്രോസ് നമുക്കൊരു മാതൃകയാണ്. ദൈവം നിങ്ങളെ വിളിക്കുമ്പോൾ പൂർണ്ണമായൊരു സമർപ്പണം, ഒരു സമ്പൂർണമായ സലണ്ടറിങ്, സമർപ്പണം ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുക. ഇങ്ങനെ പൂർണ്ണമായിട്ടും ദൈവസ്വരം കേട്ട് ദൈവത്തിൽ നിന്ന്, യേശുവിൽ നിന്ന് കിട്ടിയതുപോലും പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ച പത്രോസിന് യേശു എന്താ കൊടുത്തത്? സഭയുടെ തലവൻ, സ്ലീഹന്മാരുടെ ഏറ്റവും വലിയ ലീഡറായിട്ട് മാറ്റി. പ്രിയമുള്ളവരെ, നിങ്ങളുടെ സമർപ്പണം അനുസരിച്ച് നിങ്ങൾക്ക് അഭിഷേകം കിട്ടും. നിങ്ങളുടെ സമർപ്പണം അനുസരിച്ച് നിങ്ങൾക്ക് സ്ഥാനം കിട്ടും. സമർപ്പണം അനുസരിച്ച് നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നൊരു കർത്താവുണ്ട്. ആയതിനാൽ അവനെ അനുസരിക്കുക. അനുസരണത്തിൽ നിങ്ങൾക്കുള്ള അനുഗ്രഹം ഇരിപ്പുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ ജീവിതത്തെ യേശുവിനായി സമർപ്പിക്കുക. ഏതെല്ലാം മേഖലകളിൽ എപ്പോഴെല്ലാം ദൈവത്തെ അനുസരിക്കാതെ നടന്നു, ഇന്ന് ദൈവത്തെ നമുക്ക് എങ്ങനെയാണ് അനുസരിക്കാൻ പറ്റുന്നത്? ദൈവവചനം അനുസരിക്കുമ്പോൾ. ദൈവം ഡയറക്റ്റായിട്ട് എന്നോട് സംസാരിക്കുന്നതാണ് വചനം. വചനത്തെ എപ്പോഴെല്ലാം അനുസരിക്കാതെ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ദൈവത്തെ അനുസരിക്കാതിരിക്കുക ചെയ്തത്. നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്ന ഓരോ അനുസരണത്തിലും നിങ്ങൾക്കുള്ള അനുഗ്രഹം ഒളിഞ്ഞുകിടപ്പുണ്ട്. അനുസരണത്തിനകത്താണ് അനുഗ്രഹം. ആയതിനാൽ എത്ര നഷ്ടം വരുന്ന കാര്യമാണെങ്കിലും, എത്ര വേദനാജനകമായ കാര്യമാണെങ്കിലും, ദൈവം ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ആ ദൈവത്തെ നമുക്ക് അനുസരിക്കാം. അനുസരണത്തിലൂടെ നീയും നിന്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടാൻ തക്കവിധമായി സമർത്ഥമായ അനുഗ്രഹം, നിന്റെ വള്ളം നിറയുമാർ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് നമുക്കുള്ളത്. 2 കരങ്ങളെയും ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന, ഇത് കാണുന്ന ഓരോ മക്കളിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്ക് ദൈവ കൃപ ഇറങ്ങട്ടെ, അഭിഷേകം ഇറങ്ങട്ടെ. കർത്താവേ, ബുദ്ധിയിലും യുക്തിയിലും ചിന്തിക്കാതെ നിന്റെ സ്വരത്തെ അനുസരിക്കുവാൻ, നിന്റെ വചനത്തെ അനുസരിക്കുവാൻ, പൂർണ്ണമായി ഏൽപ്പിച്ചു നൽകുവാൻ ഈ കൃപ എല്ലാ മക്കളുടെ മേൽ ഒഴുകട്ടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ, തൊഴിൽ മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ. ദാരിദ്ര്യങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, കണ്ണുനീര് യേശു നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവിതം അടുത്ത കർത്താവേ, ഇനി എന്തിന് മുന്നോട്ട് ജീവിക്കണമെന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് തകർന്ന വ്യക്തികളെ നീ വീണ്ടും ഉത്തേജിപ്പിക്കണമേ, നീ ഉണർത്തണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരിക്കൽ കൂടി നീ അലയിറക്കുക എന്നുള്ള കർത്താവിൻ്റെ ആഹ്വാനപ്രകാരം ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ മക്കളെ എല്ലാ ഉദ്യമങ്ങളുടെ പേരിലും, എല്ലാ പരിശ്രമങ്ങളുടെ പേരിലും, എല്ലാ തൊഴിൽ മേഖലകളുടെ പേരിലും, എല്ലാ ശുശ്രൂഷകളുടെ പേരിലും വന്ന് വ്യാപരിക്കട്ടെ, നിറയട്ടെ. ഒരു പുതിയ അഭിഷേകം അഗ്നിയായി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. നന്ദി കർത്താവേ, എല്ലാ മഹത്വവും കർത്താവേ നിനക്ക് നൽകുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും.